റെട്രോ എന്നല്ല റിട്ടയർ എന്ന് വേണം പടത്തിന് പേരിടാൻ. പക്ഷെ എന്റെ രോമൊന്നും എണീക്കുന്നില്ല. ഞാൻ ഇങ്ങനെ തട്ടി നോക്കി. നാടിനെ രക്ഷിക്കാൻ വന്ന ഒരു കഥ. சிறப்பான தரமான സംഭവമാണ് ഈ പാപ്പികട. ക്ഷീണം മാറ്റാനായിട്ടൊരു സൂര്യാണ്ണൻ എന്തായാലും തിരിച്ചു വരാൻ ഇച്ചിരി സമയം കൂടെ എടുക്കും. ലവും ലാഫ്റ്ററും മാത്രമേ ഉള്ളൂ. വാറായിട്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നും പറയില്ല. പറഞ്ഞ പോലെ വിജയ്ക്ക് എഴുതിയ സ്ക്രിപ്റ്റ് സൂര്യ ചെയ്ത പോലെയുണ്ട്. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക് റെട്രോ കാർത്തിക് സുബ്രാജ്. നീ കാര്യം എന്താണ് തെളിച്ച് പറയടാ. പടത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് തോന്നിയിട്ടൊരു സിനിമ. ടെക്നിക്കലൊക്കെ നല്ല പണി ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മേക്കിംഗ് സ്റ്റൈൽ അറിയാലോ. എന്തൊരു സ്നേഹമുള്ള കുട്ടിമാമ. നിന്നെ ഭയങ്കരമായി സ്നേഹിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കാം. അതെയോ? ഫസ്റ്റ് ഹാഫ് കഴിയാറാവുന്ന ആ സമയം വരെ കുറച്ചൊക്കെ കണ്ടിരിക്കാൻ പറ്റി. മനസ്സിലായില്ലേ? എന്നാടാവേ ഒന്ന് തെളിച്ചു പറ. തുടക്കം ഗംഭീരായിരുന്നേ. ഉറപ്പ് നേരാണ്. നേരെ ഇല്ലെങ്കിൽ എന്നത്തെ ഇങ്ങനെ വിളിച്ചു. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്റെ പൊന്നു എന്തൊരു അപരാധം. മതിയടാ ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. കുളം നോക്കി ഇരുന്നില്ലെങ്കിൽ കുണ്ടി ചൊറിയും മോനെ. അദ്ദേഹത്തിന് സ്ഥിരം അടിച്ചമർത്തലും മറ്റേ ഓപ്പറേഷനും പഴയ കഥയും. എന്തു പറ്റി ശ്രീധരേണ? ഇനി എന്ത് പറ്റാനടാ, എല്ലാം പോയില്ലേ. ഇതിലേറ്റവും ടോപ്പ് നോയ്സ് എന്ന് പറയുന്നത് ഇതിലെ സ്കോറും സോങ്സും ആണ്. കിട്ടുന്ന സ്കോർ തിയേറ്റർ പൊട്ടി. എന്റെ കാര്യം രക്ഷപ്പെട്ടു, ഇനി നിന്റെ കാര്യം. ചേരാമേട്ടന്റെ ഒരു വരവുണ്ട്. എന്റെ പൊന്നു, ഉറപ്പിക്കല് പറഞ്ഞാൽ സിനിമയിൽ ഊട്ടനീളം ഉറപ്പിക്കല്. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. സാധാരണ അന്യ ഭാഷയിൽ പോയിട്ട് കോമാളി വേഷം ചെയ്യുന്നത് പറയാറില്ല. ഇതിൽ ശരിക്കും കോമാളി. പണ്ടത്തരായി പോയി. എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നു. ആളുകൾ ചിരിപ്പിക്കുന്ന ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് മറ്റേ മൂക്കിൽ മറ്റേ ജോക്കർ സാധനം വെച്ചിട്ട് ഇങ്ങനെ കോമാളിത്തരം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അയ്യോ ഞാനോ മനസ്സാ വാചാ കർമ്മണാ ഇങ്ങനെ കാണിച്ച് ജയറാമിന്റെ ഉറപ്പിക്കല് ഒരു ഭാഗത്ത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തി എന്റെ അഭിമാനത്തിന്റെ കെട്ടിടത്തിന് ഏതാണ്ട് 110 നില പൊക്കം വരും. അതിലേക്ക് നീ നിന്റെ തോന്നിയമാസത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ചു കയറ്റി തകർത്ത് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എന്റെ ഉള്ളിലെ കവിയല്ല കൊലപാതക നിനക്ക് കാണേണ്ടി വരും. സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരിപുരണ്ട ജീവിതങ്ങളാണ്. കടുപ്പം കുറച്ച് പറ, എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ. എന്നാ കേട്ടോ, നമ്മുടെ പ്രശാന്തിലിന്റെ കരിപ്പടി യൂണിവേഴ്സ് ഇല്ലേ, നീ ഒറ്റ അങ്ങനെ കുറെ കരിപുരണ്ട ജീവിതങ്ങൾ ലാസ്റ്റ് ഇവരെ കോമഡി പീസായി കളഞ്ഞു. ഇയാൾ എവിടുത്തുകാരനാടോ? ചങ്ക് പൊട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നിത് നല്ല തറപ്പാണ്ടി ലുക്ക്. പോരാത്തതിന് അവന്റെ ഒരു വീരപ്പ മീശയും ഒരു വീതുളി കൃതാവും. ഇതുപോലത്തെ ഒരു നിർഗുണേഷ് എന്ന് പറഞ്ഞാൽ ഊച്ചാളിവില്ലേ. ഒന്നും ശരിയല്ലല്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ ഈ മൊത്തം സെറ്റപ്പ് ഒന്ന് മാറ്റണം. കയോട്ടിക് ആയിട്ട് സിനിമ എടുക്കുന്ന മനസ്സിലാക്കാം. ഇത് കയോസ് ദുരന്തമായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പടു ദുരന്തം. പോട്ടെ, ശരി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.